What are the applications of coordination compounds in qualitative analysis and quantitative analysis? ക്വാളിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലസ് ടുവിനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ക്ലോറൈഡ് അയോണിൻ്റെ സാന്നിധ്യം കണ്ടുപിടിക്കുക, അലൂമിനിയം അയോണിൻ്റെ സാന്നിധ്യം കണ്ടുപിടിക്കുക, അങ്ങനത്തെ. അതായത് ഹൗ ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് സെർട്ടൈൻ അയോൺസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനാണ് ഡിറ്റക്റ്റ് ചെയ്യുന്നതിനാണ് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറയുക. ഇനി വേറൊരു സംഭവം എസ്റ്റിമേഷൻ എന്ന് പറയും. നമുക്കൊരു ഒരു പാത്രത്തിൽ ഒരു സാധനം തന്നു, ഒരു മിക്സ്ചർ തന്നു, അതിൽ അലൂമിനിയത്തിൻ്റെ അളവ് എത്ര എന്ന് കണ്ടുപിടിക്കാൻ അതിന് ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് പറയുക എസ്റ്റിമേഷൻ ഓഫ് അലൂമിനിയം എന്നാണ്. അപ്പോൾ ഈ എസ്റ്റിമേഷൻ ഓഫ് അലൂമിനിയം എന്ന് പറയുന്നത് അതിൻ്റെ അളവ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ അതിന് പറയുക ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് എന്നാണ്. അപ്പോൾ ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ട്. പക്ഷെ ഞാൻ വളരെ ചാർട്ട് ചെയ്തിട്ട് 5 ക്വാളിറ്റേറ്റീവ് അനാലിസിസിലെയും 5 ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിലെയും എക്സാമ്പിൾസാണ് പറയുന്നത്. അതിൻ്റെ ഓരോന്നിൻ്റെ ഇക്വേഷൻ നന്നായിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ ചോദിച്ചാൽ 5 എഴുതി വെച്ചാൽ 5 മാർക്ക് കിട്ടും, സുഖമായിട്ട് കിട്ടും. അപ്പോൾ ശ്രദ്ധിച്ചോളെ. അപ്പം ഈ അപ്ലിക്കേഷൻസ് ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മെഡിസിന്, ഡ്രഗ്സ്, അപ്പോൾ ഫാർമസ്യൂട്ടിക്കൽ എല്ലാ ഫീൽഡിലും ഉണ്ട്. പിന്നെ എക്സ്ട്രാക്ഷൻ ഓഫ് പെർട്ടിക്കുലർ മെറ്റൽ, ഇപ്പോൾ എക്സ്ട്രാക്ഷൻ ഓഫ് അലൂമിനിയം അതിൽ കോർഡിനേഷൻ കോമ്പൗണ്ട് ഉണ്ട്. എക്സ്ട്രാക്ഷൻ ഓഫ് ഗോൾഡിൽ കോർഡിനേഷൻ കോമ്പൗണ്ട് ഉണ്ട്. പിന്നെ എസ്റ്റിമേഷൻ ഓഫ് മെറ്റൽസ്, അപ്പോൾ മെറ്റലർജിയിൽ മെയിനായിട്ട് കോർഡിനേഷൻ കോമ്പൗണ്ട് ഉണ്ട്. പിന്നെ കെമിക്കൽ അനാലിസിസ്, നമ്മൾ ലബോറട്ടറിയിൽ നിങ്ങൾ ഫൈനൽ ഇയറിനൊക്കെ ഇപ്പോൾ ചെയ്യുന്ന, അതായത് 3rd ഇയറിലൊക്കെ ചെയ്യുന്ന എസ്റ്റിമേഷൻ ഓഫ് നിക്കൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഗ്രാവിമെട്രിക് അനാലിസിസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ കോർഡിനേഷൻ കോമ്പൗണ്ട് ഉണ്ട്. പിന്നെ കീലേഷൻ തെറാപ്പി, അത് ഇപ്പം ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, കേക്കിന് ചുവന്ന കളർ കൊടുക്കാൻ ഉപയോഗിക്കുന്നത് ലെഡ് കോമ്പൗണ്ടാണ്. അപ്പോൾ ലെഡ് നമുക്ക് പോയിസണാണ്. അപ്പോൾ അവരെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ലെഡിൻ്റെ കൂടെ കുറച്ച് EDTA കൂടി മിക്സ് ചെയ്യും. ഇപ്പോൾ EDTA നമ്മൾ ശരീരത്തിൽ പോയിട്ട് ലെഡ് ശരീരത്തിൽ അബ്സോർബ് ചെയ്യാതെ EDTA പുറത്തേക്ക് കൊണ്ടുപോകുന്നതാണ് പറയുന്നത്. അതായത് ലെഡിൻ്റെ കൂടെ EDTA കൂടിയിട്ട് ഒരു EDTA കോംപ്ലക്സ് ഉണ്ടാവുന്നവർ. അപ്പോൾ അതുപോലെ EDTA തെറാപ്പി എന്ന് പറഞ്ഞൊരു ചികിത്സാ രീതിയുണ്ട്. അത് ഇത് തന്നെയാണ്. EDTA തെറാപ്പി അല്ല, കീലേഷൻ തെറാപ്പി. അപ്പം EDTA ഒരു കീലേറ്റിംഗ് ഏജൻ്റ് ആണല്ലോ. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നതിന് മുന്നേ, അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ വരുന്ന പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ, കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ഫൈൻഡ് യൂസ് ഇൻ മെനി ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് കെമിക്കൽ അനാലിസിസ്. ഇങ്ങനെ തന്നെ പരീക്ഷയ്ക്ക് എഴുതി തുടങ്ങാം. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ദ ഫെമിലിയർ കളർ റിയാക്ഷൻസ് ഗിവൺ ബൈ മെറ്റൽ അയോൺ വിത്ത് എ നമ്പർ ഓഫ് ലിഗാൻഡ്സ്. അതായത് ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് ഉണ്ടാവുമ്പോൾ ഈ കോർഡിനേഷൻ കോമ്പൗണ്ടിന് ഒരു പ്രത്യേക കളർ ഉണ്ടാവും. കാരണം കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ ട്രാൻസിഷൻ മെറ്റലാണല്ലോ. അപ്പോൾ ഈ ഉണ്ടാവുന്ന കളറിന് കാരണം ലിഗാൻഡാണ്, എസ്പെഷ്യലി കീലേറ്റിംഗ് ലിഗാൻഡ്സ്. അപ്പോൾ ഈ ഒരു കളറ് കാണുന്നത് വെച്ചിട്ട് ചില ലിഗാൻസിനെയോ അല്ലെങ്കിൽ ചില മെറ്റലിനെയോ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മെറ്റൽ കോംപ്ലക്സ് നമ്മൾ ഉപയോഗിച്ച് വരുന്നുണ്ട്. അപ്പം അതിന് ലിഗാൻസ് ഏതൊക്കെയെന്നൊക്കെ ചോദിച്ചാൽ EDTA, ഡൈമെത്തിൽ ഗ്ലയോക്സൈഡ്, ആൽഫ നൈട്രോസോ, ബീറ്റ നാഫ്തോൾ, കുപ്രോൺ, അങ്ങനെയൊക്കെ പറയുന്ന കുറേ ലിഗാൻസ് ഉണ്ട്. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ എഴുതാം. ഇനി ഒന്നാമത്തെ പോയിന്റ്, അനാലിസിസ് ഓഫ് അയൺ. അപ്പോൾ അനാലിസിസ് ഓഫ് അയൺ എന്ന് പറയുമ്പോൾ 2 സാധനങ്ങളുണ്ട്. ഒന്ന് Fe2+ കണ്ടുപിടിക്കാം, രണ്ടാമത്തത് Fe3+ കണ്ടുപിടിക്കാം, ആർട്ടിഫിഷ്യൽ ബ്ലഡ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. കണ്ടോ, ചോര വരുന്ന കണ്ടോ? ഒരു സൈഡിൽ കുറച്ച് യെല്ലോയിഷ് ആയിട്ടുള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ FeCl3 ആണ്. ആ വെള്ള കളറ് സൊല്യൂഷൻ എന്ന് പറയുന്നത്, അതായത് വെള്ളത്തിൻ്റെ കളറ് പൊട്ടാഷ്യം തയോസൈനേറ്റ് ആണ്.
ഇത് രണ്ടും കൂടി മിക്സ് ചെയ്താൽ K3FeSCN6 എന്ന് പറയുന്ന ഒരു മെറ്റൽ കോംപ്ലക്സ് ഉണ്ടാവും. ഇതിനാണ് എന്ത് കളറ്? ബ്ലഡ് റെഡ് കളറുള്ളത്. അപ്പോൾ ഈ ടെസ്റ്റ് നമുക്ക് എന്തിനുപയോഗിക്കാമെന്ന് വെച്ചാൽ ഇതിലുള്ള Fe3+ൻ്റെ സാന്നിധ്യം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. സോ ദി ഹെഡിങ് കുഡ് ബി ഡിറ്റക്ഷൻ ഓഫ് Fe3+ അയോൺ അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ഓഫ് Fe3+ അയോൺ എന്ന് എഴുതാം. ഇനി അടുത്ത സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പം പറഞ്ഞത് Fe3+ ആണ്. ഇനി അടുത്ത പറയാൻ പോകുന്നത് Fe2+ ആണ്. നിങ്ങൾ പ്രഷ്യൻ ബ്ലൂ എന്ന് പറയുന്നത് സാധനം എവിടെയും കേട്ടില്ല? പ്രഷ്യൻ ബ്ലൂ അതൊരു പ്രത്യേക ഒരു എന്താ പറയുക, ഒരു ഉജാലയുടെ കളറൊന്നും അല്ലാത്തൊരു പ്രത്യേക ഒരു ബ്ലൂ കളറാണ്. അതിൻ്റെ പേര് പ്രഷ്യൻ ബ്ലൂ എന്നാണ്. നിങ്ങളത് പഴയത് പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ എവിടെയാണ് പഠിച്ചതെന്ന് വെച്ചാൽ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ടെസ്റ്റ് ഉണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നൈട്രജൻ അഥവാ ഓർഗാനിക് കോമ്പൗണ്ടിൽ പ്രസൻ്റ് ഉണ്ടെങ്കിൽ സയനൈഡാക്കി മാറ്റാനാണ്. അപ്പോൾ അതിൻ്റെ ടെസ്റ്റിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നമുക്ക് സിമ്പിളായിട്ട് പറയാം, സയനൈഡ് അയോണിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിക്കാം. അതായത് ചിലപ്പോൾ ചില ആൾക്കാർ സയനൈഡ് കഴിച്ച് മരിച്ചിട്ടുണ്ടാവും. അപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ലിവർ എടുത്തിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ സയനൈഡിന് ടെസ്റ്റ് ചെയ്യും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ലിവറിൻ്റെ ഒരു പീസ് എടുത്തിട്ട് അത് എന്ത് ചെയ്യും, Fe2+ആയിട്ട് ഇൻ പ്രസൻസ് ഓഫ് ആസിഡ് ട്രീറ്റ് ചെയ്യും. അപ്പം ഈ കോമ്പൗണ്ട് ഉണ്ടാവും, FeCN6 4- എന്നാണെന്ന് പറയാം. ഈ FeCN6 4- നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ FeCl3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഈ സാധനം ഉണ്ടാവും. അപ്പോൾ അതെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ FeCN6 4- എന്ന് പറയുന്ന കോമ്പൗണ്ടിൻ്റെ 3 മോളിക്യൂളായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്തുണ്ടാവുമെന്ന് വെച്ചാൽ Fe4 FeCN6 ത്രൈസ് എന്ന് പറയുന്ന സാധനം ഉണ്ടാവും. ഇതിൻ്റെ പേര് ഫെറിക് ഫെറോസൈനൈഡ് എന്നാണ്. ഇതിന് നമ്മൾ പേരിട്ടിട്ടുണ്ട്, ഇതിൻ്റെ മുന്നേ നോമൻക്ലേച്ചറിൽ പേരിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കളറാണെന്ത്? പ്രഷ്യൻ ബ്ലൂ. അപ്പം നമ്മൾ 2 ക്വാളിറ്റേറ്റീവ് അനാലിസിസിൻ്റെ എക്സാമ്പിൾ പഠിച്ചു. ഒന്ന് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ഓഫ് Fe2+, രണ്ടാമത്തത് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ഓഫ് Fe3+. അടുത്ത നെസ്ലേഴ്സ് റിയേജൻ്റ് എന്ന് പറയും, അടുത്ത ആപ്ലിക്കേഷനാണ്. ഈ നെസ്ലേഴ്സ് റിയേജൻ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദി ഡിറ്റക്ഷൻ ഓഫ് അമോണിയ. അപ്പോൾ അമോണിയ എങ്ങനെയാണെന്ന് വെച്ചാൽ അമോണിയ HCl ആയിട്ട് ട്രീറ്റ് ചെയ്ത്, അതായത് നമ്മൾ അമോണിയയിലേക്ക് ഈ HCl ഡിപ്പ് ചെയ്ത ഗ്ലാസ് റോഡ് കാണിച്ചു കൊടുത്താൽ അമോണിയം ക്ലോറൈഡ് ഉണ്ടാവും. അപ്പോൾ ഈ അമോണിയം ക്ലോറൈഡിൻ്റെ പുക വരുന്നിടത്തേക്ക് നമ്മൾ നെസ്ലേഴ്സ് റിയേജൻറ്റിൽ ഡിപ്പ് ചെയ്ത് ഒരു ഫിൽറ്റർ പേപ്പർ കാണിച്ചു കൊടുത്താൽ എന്തു ചെയ്യും, ഈ നെസ്ലേഴ്സ് ബ്രൗൺ റെഡ് കളർ ഉണ്ടാവുന്ന, അല്ലെങ്കിൽ റെഡിഷ് ബ്രൗൺ കളർ എന്നാണ് പറയാം. അങ്ങനെ കളർ വന്നാൽ അതിൻ്റെ അർത്ഥം അമോണിയയുടെ പ്രസൻസ് ഉണ്ട് എന്നാണ്. അപ്പോൾ എന്താണ് നെസ്ലേഴ്സ് റിയേജൻ്റ് എന്ന് ചോദിച്ചാൽ നെസ്ലേഴ്സ് റിയേജൻറ്റ് ഇതാണ്, K2HgI4 എന്ന് പറയുന്ന കോർഡിനേഷൻ കോമ്പൗണ്ടാണ് നെസ്ലേഴ്സ് റിയേജൻറ്റ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ HgI2 എന്ന് പറഞ്ഞാൽ മെർക്യുറസ് അയഡൈഡ് പൊട്ടാഷ്യം അയഡൈഡുമായിട്ട് ട്രീറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ മെർക്കുറസ് അയഡൈഡ് എങ്ങനെയാണ് ഉണ്ടാക്കുമെന്ന് ചോദിച്ചാൽ പൊട്ടാഷ്യം അയഡൈഡ് മെർക്കുറിക് ക്ലോറൈഡുമായിട്ട് മെർക്കുറിക് ക്ലോറൈഡുമായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് കിട്ടുന്ന സാധനമാണ് മെർക്കുറിക് അയഡൈഡ് എന്ന് പറയുന്ന സാധനം. ഈ മെർക്കുറിക് അയഡൈഡ് പൊട്ടാഷ്യം അയഡൈഡുമായിട്ട് ട്രീറ്റ് ചെയ്താലാണ് ഈ നെസ്ലേഴ്സ് റിയേജൻ്റ് എന്ന് പറയുന്ന സാധനം ഉണ്ടാവും. അപ്പോൾ ഈ നെസ്ലേഴ്സ് റിയേജൻ്റ് എങ്ങനെയാണ് ബ്രൗണിഷ് റെഡ് കളർ തരുന്നതെന്ന് ചോദിച്ചാൽ ഈ നെസ്ലേഴ്സ് റിയേജൻ്റ് അമോണിയയായിട്ട്, അതായത് NH4+ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ OHG2 NH2
ഐ എന്ന് പറയുന്ന അഗെയിൻ ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് ഉണ്ടാവും. അപ്പോൾ അതാണ് ഈ ബ്രൗണിഷ് റെഡ് കാണുന്നത്. ഇതിൻ്റെ ശരിക്കുള്ള ഇക്വേഷൻ ഇങ്ങനെയാണ്: 2K2 HgI4, അതായത് നെസ്ലേഴ്സ് റിയേജൻറ്റ്. അത് ആൽക്കലി സൊല്യൂഷനിലാണ് റിയാക്ട് ചെയ്യുക, പ്ലസ് അമോണിയയുടെ പ്രസൻസ് NH4Cl. ഇപ്പോൾ എന്ത് കിട്ടുമെന്ന് വെച്ചാൽ നമ്മൾ ആ നെസ്ലേഴ്സ് റിയേജൻറ്റും അമോണിയ ആയിട്ട് ചേർന്നാലുണ്ടാകുന്ന കോമ്പൗണ്ട് കിട്ടും. OHgNH2 പ്ലസ് 7Ki പ്ലസ് KCl പ്ലസ് 3H2O. ഇത്രയാണ് അതിൻ്റെ ഇക്വേഷൻ. അടുത്ത എക്സാമ്പിളാണ് അനാലിസിസ് ഓഫ് നിക്കൽ അല്ലെങ്കിൽ ഡിറ്റക്ഷൻ ഓഫ് നിക്കൽ. അപ്പോൾ ഡിറ്റക്ഷൻ ഓഫ് നിക്കൽ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇതാണ് ഫോർമുല: ഇഫ് അമോണിയാക്കൽ സൊല്യൂഷൻ ഓഫ് ദ സബ്സ്റ്റൻസ് ഗിവ്സ് എ സ്കാർലെറ്റ് റെഡ് പ്രസിപ്പിറ്റേറ്റ് വിത്ത് DMG, ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ പ്രസൻസ് ഓഫ് നിക്കൽ. എന്ന് പറഞ്ഞാൽ നമുക്ക് നിക്കൽ ഉണ്ടെന്ന് സംശയിക്കുന്ന സൊല്യൂഷൻ എടുത്തിട്ട് അതിൽ കുറച്ച് അമോണിയ ഒഴിക്കുക, എന്നിട്ടത് ഡൈമെത്തിൽ ഗ്ലയോക്സൈഡ്, ഇതാണ് ഈ ഡൈമെത്തിൽ ഗ്ലയോക്സൈഡ് എന്ന് പറയുന്നത്, ആ സാധനമായിട്ട് ട്രീറ്റ് ചെയ്താൽ ഇങ്ങനൊരു കോംപ്ലക്സ് ഉണ്ടാവും. ഇത് അഗെയിൻ എ മെറ്റൽ കോംപ്ലക്സ് ആണ്. അതിൻ്റെ കളർ എന്ന് പറയുന്നത് സ്കാർലെറ്റ് റെഡ് എന്ന് പറയുന്ന ഒരു കളറാണ്. അതൊരു പ്രത്യേക റെഡ് കളറാണ്. അപ്പോൾ ഇങ്ങനെ കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം? നിക്കലിൻ്റെ പ്രസൻസ് ഉണ്ടെന്നുള്ള ഓർപ്പിക്കാം. അപ്പം ഈ ഇക്വേഷൻ എഴുതി വെക്കാം. ഇനി അടുത്ത എന്താ സംഭവം എന്ന് വെച്ചാൽ അനാലിസിസ് ഓഫ് കോപ്പർ. അനാലിസിസ് ഓഫ് കോപ്പറിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഇഫ് ദ സൊല്യൂഷൻ ഓഫ് ദ സബ്സ്റ്റൻസ് ഗിവ്സ് എ ഡീപ്പ് ബ്ലൂ കളർ വിത്ത് അമോണിയ, ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ പ്രസൻസ് ഓഫ് കോപ്പർ ടു. The deep blue color is due to the formation of the complex CuNH342+. അത് ശരിക്ക് ഈ താഴെ കാണിച്ച പോലെയാണ്. CuNH342+ അല്ല, അത് CuNH3 4H2O2+ ആണ്. ഈ അമോണിയ വെള്ളത്തിലേക്ക് ഡിസോൾവ് ചെയ്താൽ OH- അയൺ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ കോപ്പർ 2+, കോപ്പർ സൾഫേറ്റോ എന്തുള്ള കോപ്പർ 2+ എന്ന് പറയുന്ന സാധനം വെള്ളത്തിലുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവുന്നതാണ്. ഇറ്റ്സ് അഗെയിൻ എ കോർഡിനേഷൻ കോംപ്ലക്സ്. അതുണ്ടായ അതിലേക്ക് നമ്മൾ 2NH3, അത് 2NH3 എന്ന് പറയുന്നത് കുറച്ച് അമോണിയ ഒഴിച്ചാൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആ കോമ്പൗണ്ട് ഈ OH- ഇങ്ങനെ ഉണ്ടാവുന്നതുകൊണ്ട് എന്തായി മാറുമെന്ന് വെച്ചാൽ CuOH2 H2O4 എന്നുള്ള ഒരു മെറ്റൽ കോംപ്ലക്സ് ഉണ്ടാവും, പ്ലസ് 2NH4+. ഇതെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കുറച്ചും കൂടി അമോണിയ ഒഴിച്ചു കൊടുത്താൽ നമ്മൾ ആ ഇതിൽ പറയുന്ന പോലെ ഇങ്ങനെ ഒരു കോമ്പൗണ്ട് ഉണ്ടാവും. എങ്ങനെയെന്ന് വെച്ചാൽ CuOH2 H2O4 എന്നുള്ള കോമ്പൗണ്ടായിരുന്നു ആദ്യം ഉണ്ടായത്. ഇതെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കൂടുതൽ അമോണിയ വെച്ചാൽ ഇങ്ങനെ ഒരു കോമ്പൗണ്ട് ഉണ്ട്, CuH2O2 NH3 4 2+. അതായത് ഒന്നുകൂടി എഴുതാം, CuH2O2 NH3 4 2+ എന്നുള്ള ഒരു കോംപ്ലക്സ് ഉണ്ടാവും. അപ്പോൾ ഈ കോംപ്ലക്സിന് ഒരു പ്രത്യേക കളറാണ്, ഡീപ്പ് ബ്ലൂ കളറാണ്. ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിലെ ഏറ്റവും ആദ്യത്തെ സാധനം എന്താണെന്ന് വെച്ചാൽ അനാലിസിസ് ഓഫ് കാൽഷ്യം ആൻഡ് മെഗ്നീഷ്യം. അപ്പോൾ ഈ വെള്ളത്തിലുള്ള ഹാർഡ്നെസ്സിൻ്റെ കാരണം മെഗ്നീഷ്യവും കാൽസ്യവും ആണെന്നാണ് നമുക്കറിയാം. അപ്പോൾ അത് ഈ മെഗ്നീഷ്യത്തിൻ്റെയും കാൽസ്യത്തിൻ്റെയും അളവ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഹാർഡ്നെസ് ഓഫ് ദ വാട്ടർ ഈസ് എസ്റ്റിമേറ്റഡ് ബൈ സിമ്പിൾ ടൈട്രേഷൻ വിത്ത് സോഡിയം EDTA എന്നാണ് പറയുക.
Na4EDTA. അപ്പം കാൽഷ്യം അയോൺ ആൻഡ് മെഗ്നീഷ്യം അയോൺ ഫോം സ്റ്റേബിൾ കോംപ്ലക്സ് വിത്ത് EDTA. അപ്പം EDTA ആയിട്ട് സ്റ്റേബിൾ കോംപ്ലക്സ് ഫോം ചെയ്താൽ എന്ത് ചെയ്യും? അത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇനി അഥവാ ഒരു സൊല്യൂഷനിൽ കാൽസ്യവും മെഗ്നീഷ്യവും രണ്ടും ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആദ്യം സ്റ്റെബിലിറ്റി കൂടുതലുള്ളത് കാൽസ്യത്തിനാണ്. അപ്പോൾ ആദ്യം അത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. അപ്പോൾ അതാണ് പറഞ്ഞത്, ദ സെലക്റ്റീവ് എസ്റ്റിമേഷൻ ഓഫ് ദീസ് അയോൺസ് ക്യാൻ ബി ഡൺ ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ ദ സ്റ്റെബിലിറ്റി കോൺസ്റ്റൻറ്റ് ഓഫ് കാൽഷ്യം ആൻഡ് മെഗ്നീഷ്യം കോംപ്ലക്സ്. അപ്പോൾ ഇതിലൊരു കാര്യം ഓർമ്മിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ഇതാണ്: Mg2+ EDTA4- gives MgEDTA2-. അപ്പോൾ ഇതെന്ത് ചെയ്യാന്ന് വെച്ചാൽ കാൽസ്യത്തിനാണ് എഴുതുന്നുണ്ട്, Mg2+ എന്നത് മാറ്റിയിട്ട് എന്താക്കുക, കാൽസ്യം എന്നുള്ളതാക്കുക. അപ്പോൾ ഒരാപ്ലിക്കേഷൻ കഴിഞ്ഞു. രണ്ടാമത്തത് നേരത്തെ പഠിച്ച ആപ്ലിക്കേഷൻ തന്നെയാണ്. നേരത്തെ പഠിച്ച ആപ്ലിക്കേഷനിൽ അതേ ഇക്വേഷൻ തന്നെ ഇവിടെ എഴുതാം. പക്ഷേ ഇവിടെ നമ്മളെന്താ പറയുക, എസ്റ്റിമേഷൻ എന്നാണ് പറയുക. അവിടെ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് എന്നാണ് പറയുക. ക്വാളിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ആളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞാൽ എത്ര ആൾ എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ്. ഇനി മൂന്നാമത്തത് അലൂമിനിയാണ്. അപ്പോൾ അലൂമിനിയം എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ ക്വിനോളിൻ ആയിട്ട് എന്ത് ചെയ്യാണ്, ട്രീറ്റ് ചെയ്യാണ്. അപ്പോൾ ഓക്സൈൻ എന്നാണ് ഈ ക്വിനോളിൻ്റെ വേറൊരു പേര്. അപ്പോൾ ആ റിയാക്ഷൻ എങ്ങനെയാണ് ഉണ്ടാവുമെന്ന് വെച്ചാൽ Al3++ 3HL എന്ന് പറഞ്ഞാൽ ഈ ക്വിനോളിനാണ്, ഗിവ്സ് Ml3+, 3H+. ഇതൊന്ന് വൃത്തിക്ക് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതാം: Al3+, 3 ഈ സാധനം ആയിട്ട് റിയാക്ട് ചെയ്താൽ ഈ OH എന്നുള്ള H ഉണ്ടാവില്ല, എന്നിട്ട് ഈ രണ്ടാളും കൂടി എന്ത് ചെയ്യും, അലൂമിനിയത്തിന് ബോണ്ട് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ 3 എണ്ണം കൂടിയിട്ടാണ് അതുകൊണ്ടാണ് Ml3 എന്ന് എഴുതിയത്, പ്ലസ് 3H+. ഇത്ര എഴുതിയാൽ വേറൊരു പോയിൻ്റ് കൂടി. ഈ ഇതേപോലെ തന്നെ നമുക്ക് ഈ മെറ്റൽ കോംപ്ലക്സ് ഉണ്ടാകുന്ന ഐഡിയ ഈ ഗോൾഡും സിൽവറും എല്ലാം എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ ഉപയോഗിക്കാം. അതും നമുക്ക് ഇതിലെഴുതാം. അപ്പോൾ അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് AgNO3 + NaCl. ഈ സാധനം നിങ്ങളെ ക്വാളിറ്റേറ്റീവ് അനാലിസിസിൻ്റെ ടെസ്റ്റിലുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഡിറ്റക്ഷൻ ഓഫ് ക്ലോറൈഡ് അയോൺ. അപ്പോൾ അതിനെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ സിൽവർ നൈട്രേറ്റുമായിട്ട് ട്രീറ്റ് ചെയ്താൽ എന്ത് കിട്ടും, AgCl കിട്ടും, വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. ഈ വൈറ്റ് പ്രസിപ്പിറ്റേറ്റിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ സിൽവറിനെ വീണ്ടെടുക്കുക എന്ന് ചോദിച്ചാൽ അതിനുള്ള ഐഡിയ എന്താണെന്ന് വെച്ചാൽ ഇത് പൊട്ടാഷ്യം സയനൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യും. 2KCN പൊട്ടാഷ്യം സയനൈഡ് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്, പ്ലസ് AgCl. അപ്പോൾ എന്ത് കിട്ടുമെന്ന് വെച്ചാൽ AgCN2 ഇങ്ങനൊരു കോംപ്ലക്സ് ഉണ്ടാവും, AgCN2. ഇതിനൊന്നും നമുക്ക് തിരിയില്ല, ഇത് വെള്ളത്തിൽ സോല്യൂബിളാണ്. അപ്പോൾ നമ്മളെ ശ്രമം എന്താണ്, ഈ AgCl നിന്ന് Ag സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യുക വെച്ചാൽ അതിന് നമ്മൾ KCN ആയിട്ട് ട്രീറ്റ് ചെയ്തു. ഇപ്പോൾ മൂപ്പര് വെള്ളത്തിൽ പോയി ഒളിച്ചു. ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ സൊല്യൂഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ സിങ്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഏതെങ്കിലും സിങ്ക് സൾഫേറ്റോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് Na2ZnCN4 എന്നുള്ളൊരു കോംപ്ലക്സ് കിട്ടും. സയനൈഡുമായിട്ട് സിങ്ക് കമ്പൈൻ ചെയ്യുകയും പുറത്താക്കപ്പെടുകയും ചെയ്യും,
AG പുറത്താക്കപ്പെടുകയും ചെയ്യും. ആ പുറത്താക്കപ്പെട്ട AG പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞത് ഈ സാധനം പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നതാണ്. ഈ സാധനം അല്ല പ്രസിപ്പിറ്റേറ്റ് ചെയ്യുക, സിൽവറാണ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുക. അപ്പം ദിസ് ഈസ് എ മെത്തേഡ് ഫോർ എസ്റ്റിമേഷൻ ഓഫ് സിൽവർ. ഇനി വേറെ അവസാനത്തെ ഒരു എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ, പ്യൂരിഫിക്കേഷൻ ഓഫ് മെറ്റൽ ക്യാൻ ബി അച്ചീവ്ഡ് ബൈ യൂസിങ് സെർട്ടൈൻ ത്രൂ ഫോർമേഷൻ ഓഫ് സബ്സിക്വൻ്റ് ഡീകമ്പോസിഷൻ ഓഫ് ദിയർ കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. ഇപ്പോൾ നിക്കൽ കാർബണൈൽ ഇത് ശരിക്കും 4 ആണ്. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിക്കൽ എന്ന് പറയുന്ന സാധനം ഒരു കുറേ എന്താ പറയുക ഇമ്പ്യൂരിറ്റീസ് ഇതിൻ്റെ കൂടെ ചേർന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് എന്താ മെത്തേഡ് എന്ന് വെച്ചാൽ, ഈ നിക്കൽ ആ കോംപ്ലക്സ് ഇതുമായിട്ട് എന്ത് ചെയ്യും, കാർബൺ മോണോക്സൈഡായിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, നിക്കൽ കാർബണൈൽ എന്ന് പറയുന്ന സാധനമുണ്ട്. ഇത് ശരിക്ക് 330 ഡിഗ്രി മുതൽ 350 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാക്കിയാലാണ് ഇങ്ങനെയാവുക. ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇത് ഒരു 450 മുതൽ 470 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാക്കിയാൽ നിക്കലിങ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. കാർബൺ മോണോക്സൈഡ് എന്ത് ചെയ്യും, പറന്നങ്ങ് പോകും. അപ്പോൾ എന്ത് ബാക്കിയായി, നിക്കൽ ബാക്കിയായി. അപ്പം ഇത് നിക്കൽ എസ്റ്റിമേറ്റ് ചെയ്യാനുള്ള വേറൊരു വഴിയും കൂടിയാണ്. ഓക്കെ, അപ്പം 5 ക്വാളിറ്റേറ്റീവ് അനാലിസിസും 5 ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസും. ഇത് ശരിക്കും ഈക്വേഷൻ എഴുതിയിട്ട് പഠിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത അതിലുള്ളൊരു ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് അല്ലെങ്കിൽ ഇനാൻഷ്യോമേഴ്സ് എന്ന് പറയും. ഇത് സംഭവം സിലബസിൽ എടുത്തു പറഞ്ഞിട്ടില്ല, പക്ഷേ അവരെന്തെങ്കിലും ചോദിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് അല്ലെങ്കിൽ ഇനാൻഷ്യോമേഴ്സ് എന്ന് പറഞ്ഞാൽ, ഇനാൻഷ്യോമേഴ്സ് ആർ ദ മോളിക്യൂൾസ് ഓർ അയോൺസ് that are non-identical mirror images of each other. They differ because of their handedness. അപ്പം അത് ഈ ഒപ്റ്റിക്കൽ ഐസോമേഴ്സിൻ്റെ ഡിഫറൻസിന് കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ വലത് കൈ എന്തുകൊണ്ടാണോ ഇടതു കൈയായിട്ട് ഡിഫറൻസ് ആയ അതുകൊണ്ടാണ്. പിന്നെ അതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇനാൻഷ്യോമേഴ്സ് ഹാവ് ഐഡൻറ്റിക്കൽ പ്രോപ്പർട്ടീസ് എക്സെപ്റ്റ് ഫോർ ദെയർ റിയാക്ഷൻ വിത്ത് അതർ കൈറൽ സബ്സ്റ്റൻസസ് ആൻഡ് ദെയർ എഫക്റ്റ് ഓൺ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്. ഇപ്പോൾ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് എന്നൊക്കെ ഉള്ള പിന്നീട് ഒരിക്കൽ പറയാം, അതിൻ്റെ ഡയഗ്രാണ്. നിങ്ങളിപ്പോൾ എന്താണ് ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് എന്ന് മാത്രം മനസ്സിലാക്കുക. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ, എന്താണ് ഇനാൻഷ്യോമേഴ്സ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് എന്ന് പറഞ്ഞാൽ, ആർ ദ മോളിക്യൂൾസ് ഓർ അയോൺസ് ദാറ്റ് ആർ നോൺ ഐഡൻറ്റിക്കൽ മിറർ ഇമേജസ് ഓഫ് ഈച്ച് അതർ. ദേ ഡിഫർ ബിക്കോസ് ഓഫ് ദെയർ ഹാൻഡഡ്നെസ്. ഇപ്പം നിങ്ങൾ ചിലപ്പോൾ പൈപ്പ് ഊരിപ്പോയി, അപ്പോൾ പൈപ്പ് ഊരിപ്പോയിട്ട് പൈപ്പിൻ്റെ നമ്മൾ തുറക്കുന്ന സാധനമില്ലേ, അത് ഊരിപ്പോയിട്ട് നമ്മൾ വലത്തോട്ട് തിരിക്കുമ്പോഴേ അത് അവിടെ കുടുങ്ങും. നമ്മൾ ഇടത്തോട്ട് തിരിക്കുമ്പോൾ അതൊരിക്കലും ഒത്തുപോകില്ല. ഇനി അതല്ലെങ്കിൽ നമ്മൾ സ്ക്രൂ, ഇപ്പം ചിലതിൻ്റെ സ്ക്രൂ ഒക്കെ അയക്കുമ്പോൾ നമ്മളത് ഇടത്തോട്ട് അയക്കണം. വലത്തോട്ട് ഇതാക്കിയാൽ അത് മുറുകയാണ്, ഇടത്തോട്ടാണെന്നുണ്ടെങ്കിൽ ലൂസാണ്. അതെന്താ കാരണം എന്ന് വെച്ചാൽ, ഇറ്റ് ഹാസ് ഗോട്ട് ഹാൻഡഡ്നെസ്. അപ്പം എന്താണ് ഈ ഹാൻഡഡ്നെസ് എന്ന് ചോദിച്ചാൽ, നമ്മൾ വലത്തെ കൈ ഇടത്തെ കൈയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വലത്തെ കൈ ഒരു കണ്ണാടിയുടെ മുന്നിൽ വെച്ചാൽ ഇടത്തെ കൈ കാണാം. സോ ദേ ആർ മിറർ ഇമേജസ്. പക്ഷേ ഇടത്തെ കൈയും വലത്തെ കൈയും ഒന്നാണോ? അല്ല, ദേ ആർ നോൺ ഐഡൻറ്റിക്കൽ മിറർ ഇമേജസ് എന്നാണ് പറയാം. അപ്പോൾ എന്തുകൊണ്ട് വലത്തെ കൈ ഇടത്തെ കൈയിൽ നിന്നും വ്യത്യസ്തമായി എന്ന് ചോദിച്ചാൽ, അതിനുള്ള ഉത്തരമാണ് നമ്മളിപ്പോൾ പറഞ്ഞ ഹാൻഡഡ്നെസ് എന്നുള്ള സാധനം. ഹാൻഡഡ്നെസ്സിന് ഉണ്ടോയെന്ന് എങ്ങനെയാണ് നോക്കുക എന്ന് വെച്ചാൽ, ഈ കോഫി മഗ് അത് നമ്മൾ നേരെ നടുവ് കൂടെ കട്ട് ചെയ്യുക. അങ്ങനെ നടുവ് കൂടെ കട്ടാൽ ഒരു കഷ്ണം എടുത്തിട്ട് കണ്ണാടിൻ്റെ മുന്നിൽ വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മിറർ ഇമേജ് കാണാം. സോ അങ്ങനെ കട്ട് ചെയ്തിട്ട് ഇഫ് 1/2 ഈസ് ദ മിറർ ഇമേജ് ഓഫ് ദി അതർ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് കൈറൽ. അതേ സ്ഥാനത്ത് നമ്മൾ കൈറലായിട്ടുള്ള നമ്മളെ കൈ പോലത്തെ ഉള്ള ഒരു സാധനം കട്ട് ചെയ്തിട്ട് കണ്ണാടിൻ്റെ മുന്നിൽ വെച്ചാൽ അവർ തമ്മിലൊരു കണക്ഷൻ ഉണ്ടാവില്ല. സോ ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹാൻഡഡ്നെസ് എന്ന് പറയുന്നത്. ഈ ഹാൻഡഡ്നെസ്സിനുള്ളൊരു വസ്തുവിന് നമ്മൾ കെമിസ്ട്രിയിൽ കൈറൽ എന്ന് പറയും. ഇത് നമ്മൾ കണ്ടുകൊണ്ട് കാണുന്ന സാധനമാണ്. ഇനി നമുക്ക് വളരെ മോളിക്കുലാർ ലെവലിൽ വരാം. അങ്ങനത്തെ ചില സാധനങ്ങൾ കോർഡിനേഷൻ കോമ്പൗണ്ട്സിലുണ്ട്. അതിനെപ്പറ്റിയാണ് നമ്മൾ ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ, ഈ കോമ്പൗണ്ട് എടുത്തോ. ഈ കോമ്പൗണ്ട് ഇത് കണ്ടില്ലേ, ഇതെന്താണെന്ന് വെച്ചാൽ
CO ഇതെങ്ങനെയാണ് എഴുതുക? ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട്, COEN ത്രൈസ് 3+ എന്നാണ് ഇത് പറയാം. അപ്പോൾ ഇതിന് കണ്ടില്ലേ, ഇത് സ്ട്രക്ചർ കണ്ടില്ലേ വരച്ചത്? ഇതിന് ഹെലിക്കൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സ്ക്രൂവിൻ്റെ പോലത്തെ സ്ട്രക്ചറാണ്. ഇത് ഇടത്തെ പുറത്തത് റൈറ്റ് ഹാൻഡഡും വലത്തെ പുറത്തത് ലെഫ്റ്റ് ഹാൻഡഡാണ്. എന്തോ ആയിക്കോട്ടെ, ലെഫ്റ്റും റൈറ്റും ഓർമ്മിക്കണ്ട. അപ്പോൾ ഇത് രണ്ടും ഒപ്റ്റിക്കൽ ഐസോമേഴ്സാണ്. in which the 3 EN ligands lie along the threads of the screw as the red arrows show. One enantiomer is right-handed എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മളെ സ്ക്രൂവിൻ്റെ വലത്തോട്ട് തിരിഞ്ഞാൽ മുറുകുന്നതാണ്, മറ്റേത് ഇടത്തോട്ട് തിരിച്ചാൽ മുറുകുന്നതാണ്. അതുപോലെയാണ്. In the sense that screw would advance into the page as you rotated into the right. The other enantiomer is left-handed because it would advance into the page as you rotated into the left. അപ്പോൾ അത് ശരിക്കൊന്ന് ഡീറ്റെയിൽ വേറെ ഒന്ന് എടുത്താൽ, ഈ പറയുന്ന ഇത് ഇപ്പോൾ കാണുന്ന കോമ്പൗണ്ട് എടുത്താൽ ഇതിന് സിമെട്രി പ്ലെയിൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ മേലെയുള്ള NH3ൻ്റെയും താഴെയുള്ള NH3ൻ്റെയും ആ നടുവിലുള്ള CO നടുവ് കൂടെ ഇതങ്ങ് മുറിച്ച് കഴിഞ്ഞാൽ 2 കഷ്ണം കിട്ടും. അതിലൊരു കഷ്ണം കണ്ണാടീൻ്റെ മുന്നിൽ വെച്ചാൽ മറ്റേ കഷ്ണം കാണാം. 1/2 ഈസ് ദ മിറർ ഇമേജ് ഓഫ് ദി അതർ. അതുകൊണ്ട് സിമെട്രി ഉള്ളതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് കൈറൽ. ഈ സ്ഥാനത്ത് നമ്മൾ ഈ കോമ്പൗണ്ട് എടുത്താൽ നേരത്തെ പറഞ്ഞ ഇതൊരു ചെറിയ ടെസ്റ്റാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഒബ്ജക്ട്സ് ആർ കൈറൽ? ഏതിനാണ് ഇടമ്പം കൈയും വലമ്പം കൈയും ഉള്ളത്? എ ചെയർ, നോ ഇറ്റ് ഡസ് നോട്ട് ഹാവ്. എ ഫൂട്ട്, ഇറ്റ് ഹാസ്. കാരണം ചെറുവിരലും തള്ളവിരലും ഒക്കെ വേറെ വേറെ അല്ലേ. പെൻസിലിനില്ല. കോർക്ക് സ്ക്രൂ അതിനുണ്ട്, ഞാൻ ഇപ്പോൾ പറഞ്ഞു. ബനാനക്കില്ല, ഫുട്ബോളിനില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ കോമ്പൗണ്ട് ഒന്നുകൂടി എടുക്കാം, വേറൊരു കോമ്പൗണ്ട് എടുക്കാം. ഡ്രോ ദ സ്ട്രക്ചേഴ്സ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതായത് ഹാൻഡഡ്നെസ് ഉള്ള ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടിനെ ഒപ്റ്റിക്കൽ ഐസോമർ എന്ന് പറയുന്നു. അപ്പോൾ അതിനുള്ള ഏറ്റവും ബെസ്റ്റ് ഒരു ഉദാഹരണമാണ് ഈ കാണുന്നത്. ഇത് കണ്ടില്ലേ, ഇത് ട്രാൻസ് ആണ്. ഇതിന് എന്തില്ല, പ്ലെയിൻ ഓഫ് സിമെട്രി ഉള്ളത് കൊണ്ട് ഒപ്റ്റിക്കൽ ഐസോമറിസം ഇല്ല. ഇത് സിസ്സാണ്. ഇതിന് പ്ലെയിൻ ഓഫ് സിമെട്രി ഇല്ലാത്തത് കൊണ്ട് എന്തുണ്ട്, ഐസോമറിസം ഉണ്ട്. അപ്പോൾ അത് നോക്കിയേ, അത് നന്നായി ശ്രദ്ധിച്ച് വരയ്ക്കുക. അതിനെ മിററിൽ വെച്ചാൽ ഇതാ ഇപ്പുറത്ത് കാണുന്ന മിററിൽ വെച്ചാൽ ഇതാണ് കിട്ടുക. ഇനി ഇത് ശരിയാണോ തെറ്റാണോ നോക്കാനുള്ള ഒരു ഐഡിയ എന്താണെന്ന് വെച്ചാൽ, ഈ ആക്സിസിൽ ഈ അച്ചുതണ്ടിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ സാധനം ഒന്ന് 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ സാധനം കിട്ടും. ഈ സാധനവും ഈ കോമ്പൗണ്ടും തമ്മിൽ ഡിഫറൻ്റാണ്. അങ്ങനെ ഡിഫറൻ്റ് ആയതുകൊണ്ട് തന്നെ ഇത് രണ്ടും എന്താണ്, ഇനാൻഷ്യോമേഴ്സാണ്, ഒപ്റ്റിക്കൽ ഐസോമേഴ്സാണ്. You can see that the cis enantiomer on the right is not the same as the one on the left if you rotate it by 180 degree about the vertical NCON axis. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കുക. കൺസിഡർ ദ ഫോളോയിങ് എത്തിലീൻ ഡയമീൻ കോംപ്ലക്സസ് ഓഫ് റോഡിയം. ഇപ്പോൾ റോഡിയം എന്ന് പറയുന്നത് ഇതാ ഈ സെൻറ്ററിലുള്ള ഇതാണ്. പിന്നെ ഈ രണ്ട് ബ്ലൂ കളർ എന്ന് പറയുന്നത് NH2CH2 എത്തിലീൻ ഡയമീനാണ്. പിന്നെ ഈ പച്ച കളർ എന്ന് പറയുന്നത് Cl ആണ്. ഈ ചുവപ്പ് എന്ന് പറയുന്നത് ബ്രോമിനാണ്. അപ്പം ഇതിൽ 1, 2, 3, 4 സ്ട്രക്ചർ വരച്ചിട്ടുണ്ട്. ഇതിൽ ഒന്നാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ കോംപ്ലക്സസ് ആർ കൈറൽ ആൻഡ് വിച്ച് ആർ അക്കൈറൽ? അപ്പം അതിൻ്റെ ഉത്തരം ഇതാണ്. ഇതിൽ 2ഉം 3ഉം കൈറലാണ്. ഇതും കൈറലാണ്. ഇത് കൈറലല്ല, ഇത് കൈറലല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ 3 ഉൾപ്പെടുന്ന പ്ലെയിനിൽ കൂടെ ഒന്ന് കട്ട് ചെയ്ത് നോക്കിയാൽ ഒരേപോലത്തെ സാധനം കിട്ടും. കാരണം അത് ഇതിലല്ലേ വരിക. ഇതിലെ കട്ട് ചെയ്തോ, ഇപ്പുറമുള്ള വേറെയാണ്. അതുപോലെ ഈനുണ്ട് പ്ലെയിൻ ഓഫ് സിമെട്രി. നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. ഇനി ഈ ഓരോ കൈറൽ കോംപ്ലക്സിൻ്റെയും എന്ത് വരയ്ക്കുക? ഇതിൽ BR ഡ്രോ ദ ഇനാൻഷ്യോമർ ഓഫ് ഈച്ച് കൈറൽ കോംപ്ലക്സ്. അപ്പോൾ 2ന് കൈറാലിറ്റി ഉണ്ട്. അപ്പോൾ 2ൻ്റെ കൈറൽ കോംപ്ലക്സ് ആണ് ഈ വരച്ചത്. ഇതിനിതും ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക.
ഇത്ര കോംപ്ലക്സ് ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഇതിൽ പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ വാട്ട് ആർ ഇനാൻഷ്യൂമേഴ്സ്, അതിൻ്റെ ഉത്തരമുണ്ട്, ഡെഫിനേഷൻ തന്നിട്ടുണ്ട്. അതിനൊരു എക്സാമ്പിൾ, വാട്ട് ഈസ് ഗിവ് എൻ എക്സാമ്പിൾ ഫോർ ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് ഇൻ കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. ഇപ്പോൾ 2-3 കോംപ്ലക്സ് കാണിച്ചു, അതിലേതെങ്കിലും എഴുതി.